എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അടൂര് ബൈപ്പാസിലാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം എല്ലാവർക്കും പരിചയപ്പെട്ട കുട്ടികളാണ്. ഷഹാനയും ശ്രീജയുമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുട്ടികൾ. കാരണം ഈ പൊതിച്ചോറിലൂടെ, അതായത് അടൂർ ബൈപ്പാസിലെ പൊതിച്ചോറിലൂടെ ഇത്രയധികം ആളുകളിലേക്ക് എത്തിയ രണ്ട് പെൺകുട്ടികളാണ്. ഇവരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ VMTVയുടെ ഒരു പ്രത്യേക പരിപാടിയായിട്ടുള്ള ചെറുകിട സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവരെ തേടി എത്തിയത്. അപ്പോൾ നമ്മുടെ ശ്രീജയും ഷഹാനയുമാണ് കൂടെയുള്ളത്. അവരുടെ കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമസ്കാരം. എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ നിങ്ങളെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മോളു. അപ്പോൾ ശരിക്കും ഇവർ ഇപ്പോൾ ഞങ്ങൾ ഇവരെ തേടി എത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു സാഹചര്യങ്ങളിൽ, അതായത് കൊടും ചൂടിലാണ് ഇവരിൽ നിന്ന് കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹാനയുടെ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഷഹാനയ്ക്ക് കുറച്ച് നാളായിട്ട് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഷഹസിൽ ഒരു മുഴ വന്നിട്ടുണ്ടായിരുന്നു. ആ മുഴ എന്ത് തരത്തിലുള്ള മുഴയാണ്, അല്ലെങ്കിൽ ക്യാൻസർ പോലെ എന്തെങ്കിലും ആണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്രയും പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മൈക്രോ ഫിനാൻസിൻ്റെ ലോണുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കിടയിലും ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു വെയിലത്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കില്ല. പോരാത്തതിന് ഇത്തരത്തിലൊരു അസുഖത്തിൻ്റെ ഒരു വക്കിൽ കൂടെ എത്തിയപ്പോഴാണ് ശരിക്കും ജീവിതം സങ്കടകരമായത്. ഒന്നാമത്തെ കാര്യം, ഇവർ രണ്ടുപേരും നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ്. ഒരാൾ ടെക്നോ പാർക്കിലെ ജീവനക്കാരിയായിരുന്നു, ഒരാൾ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ വൈറ്റ് കോളർ ജോബിൽ നിന്ന് ആളുകൾ ആരും ഇത്തരത്തിൽ ഇങ്ങനെ റോഡിലേക്ക് കച്ചവടം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. എന്താണ് പറയാനുള്ളത്? നമ്മുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നമുക്ക് വേറെ ജോലിക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കടയിൽ തന്നെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ആലോചിച്ചപ്പം പുള്ളിക്കാരി ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ഇടയ്ക്ക്. അപ്പം ചേട്ടനും കൂടെ പോകാതായപ്പം വീട്ടിൽ നല്ല പ്രശ്നമായി, സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടായി. നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ള അവസ്ഥയായി. അപ്പം അച്ഛനും അമ്മയും കിടന്ന് ഇങ്ങനെ ഓടുന്ന കണ്ടപ്പം ഞങ്ങളെ കൊണ്ട് ഇപ്പം ഫുഡ് ഞങ്ങൾ KFC എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഹോസ്റ്റലിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊതിച്ചോറല്ല, ആദ്യം നമുക്ക് നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു. അങ്ങനെ ആൾക്കാർ ഊണൊക്കെ ചോദിച്ചു വന്ന് തുടങ്ങിയപ്പോഴാണ് ചക്കയും മീനും കപ്പയും മീനും അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുത്ത് ആൾക്കാരിങ്ങനെ ചോദിച്ചു. പിന്നെയാണ് നമ്മൾ പൊതിച്ചോറിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പോൾ ശ്രീജയും ശരിക്കും ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ? എന്നിട്ടാണ് ശ്രീജയും ശരിക്കും പറഞ്ഞ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത്. 100% വിജയകരമായിരുന്നു എന്ന് തോന്നില്ലേ? നമ്മൾ ഇറങ്ങിയ സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ കുറെ പേര് നമ്മൾ ഇറങ്ങിയത് കണ്ട് കച്ചവടം ഉണ്ടെന്നുള്ള ഇതില് കുറെ പേര് അടുത്തുള്ള കുറെ പേര് ഇറങ്ങി. ശരിക്കും ഇത്രയും ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയിലും വയ്യായികയിലും നിൽക്കുമ്പോഴും കുട്ടിയെയും പിടിച്ചുകൊണ്ടാണ് ഈ വെയിലത്ത് രാവിലെ ഒരു 11:30-12 മണിയാകുമ്പോഴാണ് ഇവരിവിടെ എത്തുന്നത്. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കുഴിക്കകത്ത്, ആ കുഴിയിൽ നിന്ന് സാധനം എല്ലാം ചുമ്മിക്കൊണ്ടിരുന്ന ഞങ്ങൾ തമ്മിലോ ചുമ്മി മേളിൽ കൊണ്ടുവച്ചാൽ അവിടെ വണ്ടി വരത്തുള്ളൂ. അവിടുന്ന് സാധനം പിന്നെ ഇവിടെ കൊണ്ടുവരാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റെല്ലാം പാചകം ചെയ്യണം കുഞ്ഞുങ്ങളെ. ബുദ്ധിമുട്ടുകൾ പിന്നെ പാക്കിങ് എല്ലാം നമ്മൾ ഒറ്റയ്ക്കല്ല, ആരുമില്ല. എത്രത്തോളം വിഭവങ്ങൾ ഇതിലുണ്ടാവും ചോറിന്റെ കൂടെ? മീൻകറി മീൻ വറുത്ത് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, മീൻകറി മീൻ വറുത്ത് ഉൾപ്പെടെ എത്ര? 100 രൂപ. പിന്നെ കപ്പ വേവിച്ചത് കാണും, മാങ്ങാച്ചാറ്, അവിയൽ, തോരൻ, ചമ്മന്തി ഒക്കെ ഉണ്ടാവും. ഇപ്പൊ കപ്പ വറുത്തത്, മാങ്ങാച്ചാറ്, അവിയൽ, തോരൻ, ചമ്മന്തി, മീൻകറി, മീൻ വറുത്തത് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 100 രൂപയ്ക്ക്. അതോടൊപ്പം തന്നെ ചില ദിവസങ്ങളിൽ ബിരിയാണി ഉണ്ടാവും അല്ലേ? ബിരിയാണി ഉണ്ടാവും. അപ്പൊ ചോറ് വെക്കണം, പിന്നെ ബിരിയാണിയും വെക്കണം. അങ്ങനെയാണ് ഇത് എല്ലാം കൂടെ. നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എണീക്കും? ആണല്ലേ? ഉറക്കമില്ല. ശരിക്കും ഉറക്കമില്ലാതെയാണ് അവർ കഷ്ടപ്പെടുന്നത്. ശരിക്കും നിങ്ങൾ നമ്മുടെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നിങ്ങൾ കണ്ടു പഠിക്കേണ്ട ചില കാര്യങ്ങൾ, ചില ജീവിതങ്ങളാണിത്. ഒരുപാട് ദുരിത കയത്തിലാണ് ഇവർ താമസിക്കുന്ന വീട് തന്നെ മുകളിലേക്ക് കയറി വരാൻ പറ്റാത്ത വഴിയില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്രയും സാധനങ്ങൾ ചുമന്നുകൊണ്ടാണ് ഇവർ മുകളിലേക്ക് കയറി വരുന്നത്. അതാണ് ഏറ്റവും അധികം സങ്കടകരമായ കാര്യം. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് പുലർച്ചെ എഴുന്നേറ്റ് തുടങ്ങുന്ന ജോലിയാണ്. ചോറ് ഒരു തത്തിക്ക്, അതോടൊപ്പം ബിരിയാണി ഒരു തത്തിക്ക്, ഇതെല്ലാം വെക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അതും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഷഹാനയുടെ ഈ ഒരു വിവരം അധികം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടില്ല. ഷഹാനയ്ക്ക് ആരോഗ്യപരമായിട്ട് ശരിക്കും തീരെ വയ്യാത്തൊരവസ്ഥയാണ്. ഈ അടൂർ ബൈപ്പാസിലൂടെ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും, നിങ്ങൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം, പക്ഷേ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം ബിലുവൻസൻ, VMTV ന്യൂസ്.